ദൈവം നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. ബൈബിളിൽ ദൈവം പേർ ചൊല്ലി വിളിച്ച ചിലരെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചില മിനിറ്റുകൾ ദൈവം പേര് പറഞ്ഞ് വിളിച്ച ഒരാളെ കൂടെ നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് നോക്കാം. ദൈവം വിളിച്ച സന്ദർഭവും ദൈവം സംസാരിച്ച വിധവും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 3 അതിന്റെ 10-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ ഞാൻ വായിക്കുന്നു. ചാപ്റ്റർ 3 വേഴ്സ് 10. അപ്പോൾ യഹോവ വന്നു നിന്നു, മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് ഈ വായിച്ചു കേട്ടത്. ദൈവം ആദ്യമായി ശമൂവേലിനോട് സംസാരിക്കുന്ന, ദാൻ മുതൽ ബർഷേബ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് പിൽക്കാലത്ത് അറിയപ്പെടാൻ പോകുന്ന ശമൂവേലിന്റെ ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിലെ ആദ്യത്തെ അധ്യായമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ആദ്യമായി ദൈവം സംസാരിക്കുമ്പോൾ ശമൂവേലിന് അത് യഹോവയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പോലും കഴിഞ്ഞില്ല. അത്രയ്ക്ക് പോലുമുള്ള പ്രായമോ പ്രാപ്തിയോ തിരിച്ചറിവോ പരിജ്ഞാനമോ ഒന്നും ശമൂവേലിന് ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താ അത് വ്യക്തമാക്കുന്നത്? ദൈവത്തിന് കുഞ്ഞുങ്ങളോടും സംസാരിക്കാനായിട്ട് കഴിയും, കൊച്ചുകുട്ടികളോട് ദൈവത്തിന് ഇടപെടാനായിട്ട് കഴിയും. അവരെ പോലും പേർ ചൊല്ലി ദൈവം വിളിക്കുന്ന ദൈവം. തുടർന്നുള്ള ജീവകാലം മുഴുവനും സുദീർഘമായ ശക്തമായ ആ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യമായ ഒരു ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ദൈവം ബാല്യത്തിൽ തന്നെ ഒരുവനെ തെരഞ്ഞെടുക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇതിന്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ശമൂവേലിന്റെ അമ്മയായ ഹന്ന ദൈവത്തോട് ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞാണ് ശമൂവേൽ എന്ന് പേർ നൽകുന്നത്. ആ പേരിന്റെ അർത്ഥം അങ്ങനെയാണ്, യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്നാണ്. മക്കളില്ലായിരുന്നപ്പോൾ ദീർഘവർഷങ്ങൾ കരയുകയും ചുറ്റുമുള്ളവർ അപമാനിക്കുകയും ചെയ്തതിന്റെ നിന്നാഭാരം ചുമന്ന് ദൈവത്തോട് ആ ഭാരമെല്ലാം അറിയിക്കുകയും ചെയ്ത ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം നൽകിയ ആദ്യ പുത്രനെ, കനിഷ്ഠ മകനെ താൻ ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിച്ചു. പിന്നീട് വീണ്ടും ഹന്നയ്ക്ക് മക്കളുണ്ടായി. എന്നാൽ ആദ്യ പുത്രനെ, ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ മകനെ പൂർണ്ണമായി ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹന്ന സമർപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവം സംസാരിക്കുന്ന തലമുറകളായി, ദൈവ ശബ്ദം കേൾക്കുന്ന തലമുറകളായി, ദൈവം പേർ ചൊല്ലി വിളിക്കുന്ന തലമുറകളായി നമ്മുടെ കുഞ്ഞുങ്ങളും ആകണമെന്ന് നാം ആഗ്രഹിക്കുന്നത് നല്ലതാണ്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണ്. നമ്മുടെ തലമുറകളെയും ദൈവം പേർ ചൊല്ലി വിളിക്കും. ഇരമ്യാവിനെ ബാല്യത്തിൽ തന്നെ ദൈവം വിളിച്ച് ജാതികളുടെ പ്രവാചകനായി അമ്മയുടെ ഉദരത്തിൽ തന്നെ വേർതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിയോഗം നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, ബാല്യത്തിൽ തന്നെ ദൈവം സംസാരിച്ച മറ്റു പലരെയും നമുക്ക് ദൈവവചനത്തിൽ കാണാം. അപ്പോൾ ദൈവത്തിന് കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, പദ്ധതിയുണ്ട്, ഇഷ്ടമുണ്ട്. ദൈവത്തിന്റെ പദ്ധതിക്കായി ബാല്യം മുതൽ അവരെ ഒരുക്കിയെടുക്കാൻ ദൈവത്തിന് പ്രിയമുണ്ട്. നമ്മുടെ തലമുറകളെയും ആ വിധത്തിൽ ദൈവം ഒരുക്കിയെടുക്കട്ടെ. എങ്കിലും ഇവിടെ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങൾ കൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ശമൂവേലിന്റെ മാതാപിതാക്കൾ എന്താ ചെയ്തത്? ബാല്യത്തിൽ തന്നെ ശമൂവേലിനെ കൊണ്ട് ദൈവാലയത്തിൽ ആക്കി, പുരോഹിതന്റെ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ബാല്യത്തിൽ തന്നെ കൊണ്ടുചെന്ന് ആക്കി. നമുക്ക് കുഞ്ഞുങ്ങളെ ദൈവവേലയ്ക്ക് വേണ്ടി നേരുകയും സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള മാതാപിതാക്കളെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയില്ല. നമ്മൾ കുറച്ചുകൂടെ സുരക്ഷിതമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. പിള്ളേരെ ബോധവൽക്കരിക്കും. അവർ വളരുമ്പോൾ അവരായിട്ട് തീരുമാനമെടുക്കട്ടെ, പൂർണ്ണസമയം കർത്താവിന്റെ വേല ചെയ്യണമോ വേണ്ടയോ എന്ന് അവർ തീരുമാനമെടുക്കട്ടെ എന്ന് നമ്മൾ പറഞ്ഞ്, നമ്മളൊന്നും പ്രത്യേകിച്ച് ഇച്ചിരി സുരക്ഷിതരായിരിക്കാൻ വേണ്ടി നാളെ പിള്ളേർ തിരിഞ്ഞെന്ന് ചോദിക്കരുത്, എൻ്റെ ഇഷ്ടത്തോട് എൻ്റെ ഇഷ്ടം ചോദിച്ചിട്ടാണോ എന്നെ ദൈവവേലയ്ക്ക് സമർപ്പിച്ചത് എന്നൊന്നും ചോദിക്കാതിരിക്കാൻ നമ്മൾ ബുദ്ധിപൂർവം അങ്ങനെ ചെയ്യാറുണ്ട്. അത് തെറ്റായൊരു കാര്യമൊന്നും അല്ല, ഞാൻ അതിനെ വിധിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. എന്നാൽ ഒരു മറുവശം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയരായി വളരണമെന്ന്, ദൈവവുമായി ബന്ധമുള്ളവരായി,
ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരായി, ഈ തലമുറയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി, ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദമുള്ളവരായി വളരണമെന്ന് യഥാർത്ഥമായി ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബജീവിതം മാതൃകാപൂർണമായിരിക്കണം. തമ്മിൽ വഴക്കും എന്നും പ്രശ്നവും പിണക്കവും ഉള്ള അമ്മയപ്പന്മാര് മക്കള് ആത്മീയരായി വളരണമെന്ന് ആഗ്രഹിക്കുന്നത് അമ്പയെ തെറ്റാണ്. ആ ചിന്ത തന്നെ തെറ്റാണ്. പ്രാർത്ഥിക്കാത്ത മാതാപിതാക്കൾ, ദൈവവചനം വായിക്കാത്ത പഠിക്കാത്ത മാതാപിതാക്കൾ, സഭയിൽ കൂട്ടായ്മകൾക്ക് റെഗുലറായി പങ്കെടുക്കാത്ത മാതാപിതാക്കൾ, പിള്ളേരെ സമയത്തിന് സൺഡേ സ്കൂളിന് വിടാത്ത മാതാപിതാക്കൾ, പിള്ളേരിലെ ടാലന്റുകളെ ദൈവത്തിന് പ്രയോജനമാം വിധം ഒരുക്കിയെടുക്കാൻ തക്കവണ്ണം പ്രോത്സാഹനം നൽകാത്ത മാതാപിതാക്കൾ, 10-20 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നില്ല, പള്ളി വരുന്നില്ല, കൂട്ടായ്മയിൽ വരുന്നില്ല, ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്, വേറെ ആർക്കുമല്ല. നമ്മൾ ഇതെല്ലാം ഒരുക്കി കൊടുത്താലും ഒരു പക്ഷെ നാളെ അവർ ദൈവത്തെ മറക്കാം. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്വം, നമുക്കൊരു ബോധമുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്നത്, എനിക്ക് സാധ്യമായത്, എൻ്റെ വീടിന്റെ അന്തരീക്ഷം, എൻ്റെ കുടുംബജീവിതത്തിന്റെ അന്തരീക്ഷം ഞാൻ എൻ്റെ തലമുറകൾക്ക് ദൈവത്തെ അറിയുന്നതിന്, ഭയപ്പെടുന്നതിന്, ദൈവത്തെ സ്നേഹിക്കുന്നതിന് അനുയോജ്യമായ വിധത്തിൽ സൂക്ഷിച്ചു. ബാക്കി അവരും ദൈവവുമായിട്ടാണ് എന്ന ഒരാശ്വാസം, സമാധാനം നമുക്കുണ്ടാകും. മാത്രമല്ല, അങ്ങനെ ഉണ്ടായിരുന്ന വീടുകളിൽ കുറച്ചു കാലത്തേക്ക് പിന്മാറ്റത്തിൽ പോയ തലമുറകൾ പോലും പിന്നീട് ശക്തമായി തിരിച്ചു വന്നിട്ടുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ബാല്യത്തിൽ അവർക്ക് ദൈവത്തെ അറിയുന്നതിന്, ദൈവവചനം പഠിക്കുന്നതിന്, ആ വചനം അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിയുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഒരുക്കി കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് മാത്രമേ സഭയുടെ പൊതുവായ മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം കുഞ്ഞുങ്ങൾ ഏറ്റവും അധികം സമയം ചെലവിടുന്നത് ചർച്ചിലല്ല, വീട്ടിലാണ്, മാതാപിതാക്കളോട് കൂടെയാണ്, സഹോദരങ്ങളോട് കൂടെയാണ്. നമ്മൾ ഒരുപക്ഷെ പറയും സ്കൂളിലാണ്, കോളേജിലാണെന്നൊക്കെ പറയും. ദാറ്റ്സ് ഫാക്ട്. ബട്ട് നമ്മോടുകൂടെ അവരുള്ള സമയത്ത് സഭയിൽ ചെലവിടുന്നതിനേക്കാൾ സമയം വീടുകളിലാണ് ചെലവിടുന്നത്, മാതാപിതാക്കളോടുകൂടെയാണ് ചെലവിടുന്നത്. അപ്പോൾ 99% ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. ഞായറാഴ്ചയിലെ 2-3 മണിക്കൂർ കൊണ്ട് കുഞ്ഞ് മാലാഖയായി മാറണമെന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ ആഗ്രഹിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ആ സഭായുഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഭവനത്തിൽ ബോധവൽക്കരണം നടത്തി ദൈവത്തെ ആരാധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്നേഹത്തോടെ അവരെ പ്രബോധിപ്പിച്ച് പഠിപ്പിച്ചു കൊണ്ടുവന്നാൽ 3 മണിക്കൂറല്ല, 3 മിനിറ്റ് കൊണ്ട് രൂപാന്തരം വരുത്താൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ, ദൈവഭക്തിയിൽ വളരുന്ന കുഞ്ഞുങ്ങളോട് ദൈവം സംസാരിക്കും. അതാണ് നമുക്കിവിടെ കാണുന്നത്. ഹല്ലേലൂയ. ശമൂവേലിനോട് ദൈവം സംസാരിച്ച കാലഘട്ടം ചിന്തനീയമാണ്. പുരോഹിതന്റെ പുത്രന്മാർ പോലും മാതാപിതാക്കളെ അനുസരിക്കാതെ, ദൈവ ഭയമില്ലാതെ പാപത്തിൽ ജീവിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒരു പൈതൽ ദൈവത്തിനായി വേർതിരിയപ്പെട്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ മുന്നോട്ട് വരുന്നെങ്കിൽ ആ അമ്മ, ആ അപ്പൻ നൽകിയ അടിത്തറ, ബാല്യത്തിൽ ദൈവാലയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് മുൻപ് തന്നെ കൊടുത്ത അടിത്തറ എത്ര വലുതാണ്, ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇനി ആ കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഞാൻ പറഞ്ഞതുപോലെ പുരോഹിതന്റെ പുത്രന്മാർ പോലും വഷളായി നടക്കുന്ന ഒരു കാലഘട്ടം. മറ്റൊന്ന് നമുക്ക് ഈ ഭാഗത്ത് തന്നെ കാണുവാനായിട്ട് കഴിയുന്നത്, ദൈവവചനം ദുർലഭമായിരുന്നു. ദുർലഭം എന്ന് പറഞ്ഞാൽ റയർ, സ്കാർസിറ്റി ഫോർ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവം ഒത്തിരിയായൊന്നും സംസാരിക്കുന്നില്ല. കാരണം കേൾക്കാൻ ആളില്ല, ചെവി കൊടുക്കാൻ ആളില്ല, ദൈവവചനം ശ്രദ്ധിക്കാൻ ആളില്ല. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിലും നമുക്കും അത് തന്നെയാണ്. പ്രസംഗിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ല, ബൈബിൾ കയ്യിലില്ലാത്തതുകൊണ്ടല്ല, റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ടല്ല, കേൾക്കാൻ താല്പര്യമില്ല, കേൾക്കാൻ സമയമില്ല. സമയമില്ലാത്തതല്ല, വാസ്തവത്തിൽ താല്പര്യമില്ലാത്തതാണ്. ഇഫ് ദർ ഇസ് എ വിൽ ദർ വിൽ ബി എ വേ. താല്പര്യമുണ്ടെങ്കിൽ വഴിയുമുണ്ടാകും. ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്ന് ആ താല്പര്യം ഉണ്ടാകണം, ആത്മീയ ഉണർവ് ഉള്ളിൽ നിന്നുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു പ്രവാചകൻ പ്രവചിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിലോ ഉണ്ടാകുന്ന ഉണർവ് അത് നിലനിൽക്കത്തില്ല. അത് താൽക്കാലികമാണ്, അവിടെ കൊണ്ട് കഴിയും. എന്നാൽ യഥാർത്ഥമായ ഉണർവ് പ്രാപിച്ചെങ്കിൽ അവർ നിരന്തരമായി പ്രാർത്ഥിക്കും,
നിരന്തരമായി ദൈവവചനത്തിനായി ദാഹിക്കും, അതിൽ നിലനിൽക്കും. ഹല്ലേലൂയ. ആമേൻ. ദുർലഭമായ ദൈവവചനം ദുർലഭമായിരുന്ന ഒരു കാലഘട്ടം ദൈവം ഇന്നും അന്വേഷിക്കുകയാണ്. എനിക്കൊന്ന് സംസാരിക്കണം, ആരുണ്ട് ചെവി തരാൻ, ആരുണ്ട് ശ്രദ്ധിക്കാൻ, ദൈവവചനത്തിന് വേണ്ടി തന്റെ ചെവിയെ വിശുദ്ധീകരിക്കാൻ ആരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് പറയുമ്പോഴെല്ലാം പറഞ്ഞത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശുവിന്റെ പ്രസംഗത്തിലും വെളിപ്പാട് പുസ്തകത്തിലും നമ്മളത് കാണുകയാണ്. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് ആർക്കും ചെവിയില്ലാത്തതുകൊണ്ടാണോ? അങ്ങനെയല്ല. കേൾക്കാനൊരു മനസ്സ്, ദൈവവചനം കേൾക്കാൻ. കർത്താവേ, എനിക്ക് അങ്ങയുടെ സ്വരം കേൾക്കണം, എനിക്ക് ദൈവശബ്ദം കേൾക്കണം, അതിനായി ഞാൻ എന്നെ ഒരുക്കുന്നു, എന്റെ ചെവിയെ ഞാൻ അതിനായി സമർപ്പിക്കുന്നു, എന്റെ ആത്മീയ കാതുകൾ ഞാൻ അതിനായി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നവരോട് ദൈവം നിശ്ചയമായും സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ കാണുന്നു ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് ഇന്നും നമ്മോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ തലമുറകളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനം ദുർലഭമായിരുന്ന ഒരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ ശമൂവേലിന്റെ മനസ്സിനകത്തും തോന്നാം, ഇപ്പൊ ദൈവം ആരോടും ഒന്നും സംസാരിക്കുന്നില്ല, ദൈവപ്രവൃത്തിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു, ദൈവം സംസാരിച്ച സമയമൊക്കെ കഴിഞ്ഞു, ഇപ്പോ ആരോടും സംസാരിക്കുന്നില്ല, അപ്പൊ പിന്നെ എന്നോടും സംസാരിക്കില്ല എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനല്ല. ദൈവം ഒരാളെങ്കിലും ഒരാൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ കാണുന്നത്, ഇടിവിൽ നിൽക്കാൻ ഒരുവനെ ഞാൻ അന്വേഷിച്ചു, കണ്ടുകിട്ടിയില്ലെന്നാണ്. ദൈവം ഒരാളെയെങ്കിലും നോക്കുകയാണ്, ഒരാളെയെങ്കിലും. ഹല്ലേലൂയ. മറ്റാരോട് സംസാരിക്കുന്നില്ല എന്ന് ചിന്തിച്ച്, ഈ കാലഘട്ടത്തിൽ ദൈവപ്രവൃത്തി ദുർലഭമെന്ന്, ദൈവവചനം ദുർലഭമെന്ന് ചിന്തിച്ച് എന്നോടും സംസാരിക്കയില്ലെന്നല്ല, സമർപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സംസാരിക്കാൻ ദൈവം ഒരുക്കമുള്ളവനാണ്. ദൈവത്തിന് മനസ്സുണ്ട്. ഹല്ലേലൂയ. 2 പ്രാവശ്യം വന്നു വിളിച്ചപ്പോ ശമൂവേലിന് ഇത് ദൈവമാണ് സംസാരിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ആകെ അവിടെ സാധ്യത ഉണ്ടായിരുന്നത് പ്രായമായ ഏലി എന്തെങ്കിലും രാത്രിയിൽ ആവശ്യം തോന്നി സഹായത്തിനായി വിളിക്കുന്നതായിരിക്കുമെന്ന് കരുതി ആമേൻ എഴുന്നേറ്റ് ചെന്ന് എന്നെ വിളിച്ചുവല്ലോ അടിയൻ ഇതാ എന്ന് പുരോഹിതനോട് പറയുന്ന ശമൂവേലിനെ നമുക്ക് കാണാം. ഹല്ലേലൂയ. അവന്റെ സിൻസിയറിറ്റി ഒന്ന് നോക്കിയേ. ചെന്ന് ആ പ്രായമുള്ള, തൻ്റെ പിതാവിനേക്കാൾ പ്രായമുള്ള, ഗ്രാൻഡ് ഫാദറിനേക്കാൾ ഒരുപക്ഷെ പ്രായമുള്ള ഏലിയുടെ അടുക്കൽ ചെന്ന് ബാല്യത്തിൽ ശുശ്രൂഷ ചെയ്യാൻ മനസ്സുള്ള ബാലകൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഡിസിപ്ലിൻ, അതിനെന്തോ പറയുക, ഈ ശുശ്രൂഷ മനോഭാവം, സർവീസ് മെന്റാലിറ്റി നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ വളർത്തിയെടുക്കണം. ചർച്ച വരുമ്പോൾ പിള്ളേരോട് പറയണം പായമടക്കാൻ, കസേര എടുത്തു വയ്ക്കാൻ, അവർക്ക് പറ്റുന്നത്, അവരെ കൊണ്ട് കഴിയാത്തതല്ല, ഒന്ന് ക്ലീൻ ചെയ്യാൻ. ഹല്ലേലൂയ. മറ്റുള്ളവരെ സഹായിക്കാൻ, എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ വളർത്തണം. ദൈവദാസന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. പ്രായത്തിന് മുതിർന്നവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ നല്ല കൾച്ചർ കൂടെയാണത്. ഹല്ലേലൂയ. ബിബ്ലിക്കൽ കൾച്ചർ കൂടെയാണ്, ഭാരതത്തിന്റെ കൾച്ചർ മാത്രമല്ല. നരച്ചവന്റെ മുമ്പിൽ എഴുന്നേൽക്കണം, നരച്ചവനെ ബഹുമാനിക്കണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഈ നരച്ചവൻ ഉദ്ദേശിക്കുന്നത് എന്റെ മുടി നരച്ചിരിക്കുന്നത് പോലെ അല്ല, പ്രായമുള്ളവരുടെ മുന്നിൽ പ്രായം കുറഞ്ഞവർ എഴുന്നേൽക്കണം എന്നുള്ളതാണ്. അവരെ കാണുമ്പോൾ ഒന്ന് എഴുന്നേൽക്കണം, ബഹുമാനിക്കണം, അവരെ ഒന്ന് വന്ദനം ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് കൈ കൊടുക്കാൻ, അവരെ വിഷ് ചെയ്യാൻ, ഒരാൾ വീട്ടിൽ വന്നാൽ അവരെ സ്വീകരിക്കാൻ, അവരോട് ഇരിക്കാൻ പറയാൻ, പ്രൈസ് ദി ലോർഡ്, അവർക്ക് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കാൻ. സർവീസ് മെന്റാലിറ്റിയുള്ള കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം. ദൈവത്തിന് സംസാരിക്കാൻ അങ്ങനെയുള്ള ഹൃദയമുള്ളവരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ശമൂവേൽ അങ്ങനെയുള്ള മനസ്സുള്ള ഒരു മകനായിരുന്നു. ആമേൻ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും എന്തായാലും ഞാൻ കിടന്നു, ഇനി അപ്പൂപ്പൻ അവിടെ കിടന്ന് വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് കിടക്കാതെ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ശമൂവേൽ എഴുന്നേറ്റ് എന്ന് ചോദിക്കുക, എന്നെ വിളിച്ചല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യണമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മെന്റാലിറ്റി ഉള്ളവരോട് ദൈവം സംസാരിക്കാതിരിക്കുന്നത് എങ്ങനെ? ഹല്ലേലൂയ. ശമൂവേലിനോട് 2 വട്ടം ഈ വിധത്തിൽ സംസാരിച്ചപ്പോൾ, പേര് വിളിച്ചപ്പോൾ, ചെന്ന് എലിയെ വിളിച്ചപ്പോൾ ഏലിക്ക് മനസ്സിലായി ഇത് ദൈവമാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഇതാ ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം 2 പ്രാവശ്യം വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. പേരിനെ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും 2 തവണ വീതം, ശമൂവേലേ, ശമൂവേലേ. ഹല്ലേലൂയ. എന്തൊരു ഭാഗ്യമാണ്. ആമേൻ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം തുടർന്ന് ശമൂവേലിനെ ആ കാലഘട്ടത്തിൽ 3 ശുശ്രൂഷകൾക്കായിട്ട് ഉപയോഗിക്കുന്നു. ദൈവാലയത്തിലെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കുന്നു, ന്യായാധിപനായി ദൈവം ഉപയോഗിക്കുന്നു, പ്രവാചകനായി ദൈവം ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. ഈ 3 ശുശ്രൂഷകൾ ഒരുമിച്ച് നിർവഹിച്ച മറ്റാരെയും നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. പുരോഹിതനും ന്യായാധിപനുമായിരിക്കാം,
പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പ്രവാചകിയും ന്യായാധിപയും ആയിരിക്കാം. എന്നാൽ ഒരേ സമയം പുരോഹിതൻ, ന്യായാധിപൻ, പ്രവാചകൻ. എന്തൊരു അനുഗ്രഹമാണ്! ബാല്യം മുതൽ ഡെഡിക്കേറ്റ് ചെയ്ത ആ ശമൂവേലിനെ ദൈവം ഒരു കാലഘട്ടം മുഴുവൻ ശൗലിനെ രാജാവായി എഴുന്നേൽപ്പിക്കുന്നവരെ ജനത്തിന് ന്യായാധിപതി ആയിരിക്കുന്ന ഉൾപ്പെടെയുള്ള ശുശ്രൂഷകൾക്കായി ഉപയോഗിച്ചു. 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ ഈ ശമൂവേലിനെ ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറകൾ ബാല്യം മുതൽ ദൈവത്തിനായി നിലനിൽക്കുന്നവരായി വളർന്നാൽ ഒരു തലമുറയെ തന്നെ സ്വാധീനിക്കുന്ന അഭിഷിക്തന്മാരായി ദൈവം അവരെ ഉപയോഗിക്കും. ഹല്ലേലൂയ. തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നീ ബാല്യം മുതൽ പഠിച്ച് നിശ്ചയം പ്രാപിച്ച തിരുവെഴുത്തുകളിൽ നിലനിൽക്കുക. ബാല്യം മുതൽ. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവം നൽകിയിരിക്കുന്ന പ്രഷ്യസ് പ്രിവിലേജ് ആണ് അവരുടെ ബാല്യത്തിൽ തന്നെ ദൈവത്തെ അറിയാൻ, ആരാധിക്കാൻ, വചനം പഠിക്കാൻ, കൂട്ടായ്മ പങ്കിടാനൊക്കെ ലഭിച്ചിരിക്കുന്ന അവസരം. അത് നഷ്ടപ്പെടുത്തി കളയാതെ അതിൽ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുത്താൽ കാലഘട്ടത്തിന്റെ ശുശ്രൂഷകന്മാരായി ദൈവം അവരെ ഉപയോഗിക്കും. ദൈവം അവരെ പേർ ചൊല്ലി വിളിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ കേട്ട വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകൾ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നവരായി, അവരുടെ പേര് ദൈവം വിളിക്കുന്നത് കേട്ട് വളരുന്നവരായി, ദൈവത്തോട് പ്രതികരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കുന്നവരായി വളരാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളത് കേട്ട തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഞങ്ങൾക്കത് അനുഗ്രഹമായിരിക്കാൻ നന്ദി. കർത്താവ്, വചനം കേട്ട ഏവരും ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകളെ ദൈവകൃപയിൽ വളർത്തുവാൻ ഈ വചനം ചിലർക്കെങ്കിലും പ്രയോജനമാകുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് മറുപടി തന്നിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.